ഹലോ ഗായ്സ്, വെൽക്കം ടു ഗെയിം ടൈം. ഓക്കെ, എല്ലാവരും പറഞ്ഞിട്ടുണ്ടായി ഈ ഡൂഡ് ടഫ് ഫെയർ എന്ന് പറഞ്ഞ ഗെയിം കളിക്കണം. പക്ഷെ ഞാനിത് ആദ്യമായിട്ടാണ് കളിക്കുന്നത്, എനിക്കറിയില്ല. ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ കുറേ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഗൈസ് എന്താ നല്ല ഗെയിമാണ് ഗൈസ്. GTA 5 ഇല്ലാത്ത കുറേ, അതായത് നമ്മൾ ബോംബൊക്കെ ഇടുമ്പോൾ ചിലപ്പോൾ എന്താണ് അതുപോലെ നല്ല ഇതായിട്ട് മരമൊക്കെ ഇങ്ങനെ പൊട്ടുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗൈസ്. നമുക്ക് എന്തായാലും നോക്കാം. അത് ചില മറക്കാൻ ലൈക്ക് അടി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഗൈസ്. അപ്പോൾ ഗൈസ് ലെറ്റ്സ് സ്റ്റാർട്ട്. ഫസ്റ്റ് ഇൻട്രൊഡക്ഷനൊക്കെ കാണിച്ചായിരുന്നു. ഇതാണ് നമ്മുടെ കാറ്, സിറ്റി കാർ എന്ന് പറഞ്ഞൊരു കാറ്. ഗെയിമൊക്കെ നല്ല സ്മൂത്തായിട്ടാണ് പോകുന്നത്, വലിയ ഗ്ലിച്ചൊന്നും ഇല്ല. ഗൈസ് നമ്മൾ മാപ്പ് കണ്ട ഗൈസ്, എൻ്റെ മോനെ ഗൈസ് സെറ്റ് മാപ്പാണ്, സീൻ മാപ്പാണ് കേട്ടോ. വലുതാണ്, ഭയങ്കര വലിയ മാപ്പാണ്. 1 2 3 4 5 സിറ്റി എന്തോ ഉണ്ട്. അതെ ഗൈസ്, 5 ഇതിൽ ഏറ്റവും വലിയ സിറ്റി നമ്മുടെ ആണെന്നാണ് തോന്നുന്നത്. അത് തന്നെ. ജസ്റ്റ് എന്താണ് മലയാണോ, സൈഡിലൊരു വട്ടം കണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ ലൊക്കേഷൻ. ഗൈസ് ഈ ചെറിയ വട്ടമാണ് നമ്മുടെ ലൊക്കേഷൻ. മൈ ലൊക്കേഷൻ എടുത്താൽ നമ്മുടെ ലൊക്കേഷൻ കാണാൻ പറ്റും ഗൈസ്. അപ്പോൾ ഗൈസ് ഇത് കണ്ട്, ഇതാണ് മല ഗൈസ്. ഇവിടെ കുറേ വെള്ളമൊക്കെ ഉണ്ടെന്ന് കുളം. ഗൈസ് പോലീസ് സ്റ്റേഷനാണ്. നിങ്ങൾ ആ സിമ്പിൾ കണ്ട. നമുക്ക് അങ്ങോട്ടൊന്ന് പോലീസ് കാർ എനിക്ക് വേണം. ഇത് എടുക്കത്തില്ല. കിട്ടുമെന്ന് തോന്നില്ല ഗൈസ്. പിന്നെ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും, മറ്റേ ഇത് നമ്മൾ എത്ര ഫോളോ ചെയ്ത് പോയാലും ഇത് ഇങ്ങനെ കാണാതാകത്തില്ല. ഈ കാറ് കിട്ടി ഗൈസ്. പോപ്പോയാ പോപ്പോ കാറ്, ടോയ് കാറാണ്. പോപ്പോ കാറ് പോപ്പാണെന്ന് തോന്നുന്നു. പോലീസുകാർക്ക് ഇതിനകത്ത് പോപ്പ് കാർ എന്നാണ് പറയുന്നത്. ഈ പോലീസുകാർക്ക് ഇനി പോപ്സ് ഒന്നും വല്ലതാണോ പറയുന്നതെന്ന് അറിയില്ല. ബോംബ് അൺലിമിറ്റഡ് എന്തോ സ്നോയാ, എന്തോ ബോൾ എന്തോ സ്നോയാണെന്ന് തോന്നുന്നു. അതെ ഗൈസ്, സ്നോ. ചത്ത് പോലീസ്. ഗൈസ് പോലീസ് എവിടെ? പോലീസ് ഇതാണ് പോലീസ്. ഗെറ്റിംഗ് കോട്ട്. ഗൈസ് നമ്മൾ പോലീസുകാരെ എറിഞ്ഞു കൊന്നു. വാ തരാം. ഈ പോലീസുകാരെ നമ്മൾ അയ്യോ ലോസ് ദ കോപ്സ് എന്നാണ് പറയുന്നത്. ഇയാളെന്താ പോവാത്തെ? പോലീസ് ആ പോലീസ് 2 അടിക്ക് കയറി. ഡബിൾ സ്റ്റാർ. ഇനി രക്ഷയില്ല കേസ്. ഓടിക്കോ. ഈ ഗെറ്റിംഗ് കോട്ട് തീർന്നേ നമ്മുടെ വെടി വീഴുമെന്നാണ് തോന്നുന്നത്. ഇവൻ ഇവിടെ വന്നിരിക്കുന്ന വാട്ടർ ടാങ്കൊക്കെ ഉണ്ട് ഗൈസ്. നല്ല ഇതാണ് ഗെയിം. നമ്മള് ഇവിടെ വന്നിട്ടുണ്ട്. ഗൈസ് നമ്മളെ ഒന്നും കൂടി ഗെയിം തുടങ്ങി ഗൈസ്. പോലീസ് പിടിച്ചു ഗൈസ്. നമ്മളെ ഗെയിം ഒന്നും കൂടി സേവ് ചെയ്തിട്ട് തുടങ്ങി. നമ്മുടെ വണ്ടി കണ്ട, മറ്റേ നമ്മുടെ എക്കോ ഇല്ലേ ഗൈസ്, എക്കോ. ആ വണ്ടിയാ മൈക്രോ വാൻ. ക്യാമറ സെറ്റിങ്സ് ഒക്കെ മാറ്റാൻ പറ്റും. ഇത് കൊള്ളാം ഗൈസ്. സ്റ്റിയറിംഗ് ഒക്കെ കളയുന്നുണ്ടോ? ഇതെന്താണ് പാടമോ? നമ്മളിപ്പോൾ ഇവിടാണ്. ഇവിടെ ഒരു ഹമ്പുണ്ട് ഗൈസ്. ഇതുണ്ടോ? ഇതെന്താണ് കൊട്ടാരം? എന്താണ് താജ്മഹലാ? അത് കൊള്ളാലോ ആ സ്ഥലം. പോയി നോക്കാം ഗൈസ്.
ഇതെന്താണ് വേറെ സ്ഥലം മൊത്തം മാറി ഗൈസ്. ഇത് വേറെ സ്ഥലം ടവർ ഈ ഫുൾ ടവറൊക്കെ പോലെ ഉണ്ട് ഗൈസ്. ഇത് പാർക്ക് ഇത് കൊള്ളാം ഇത് പൊളിയാവും. ഓ ഗൈസ് വേലിയിടിച്ച് പൊളിക്കാം. നമുക്ക് വണ്ടി കയറ്റാലും ഇല്ല ഇറങ്ങി. ഓ ഗൈസ് ഇത് കൊള്ളാം. നമ്മുടെ സിറ്റിയുടെ മോഡേൺ ആയിട്ടുള്ള പ്ലേസ് ആണിത്. അല്ല ഗൈസ് മോഡേൺ അല്ല, നമ്മുടെ സിറ്റിയിലെ ബിൽഡിംഗ് ഒക്കെ ഉള്ള ഇവിടെയാണ്. ഹൗസ് ഒക്കെ ഒരു സൈഡ് ബിൽഡിങ് സൂപ്പർ എടുത്ത് വേറൊരുത്തുണ്ട് ഇതിൻ്റെ അകത്ത്. സൂപ്പറൊക്കെ ഇടിച്ച് പൊളിച്ചു. ഞാൻ കൊടുക്കേണ്ട ആവശ്യമില്ല, അത് ഇടിച്ച് പൊളിച്ചിട്ടാണ്. ഓ റിപ്പയറിങ് ഷോപ്പിൽ പോയാലോ ഗൈസ്. സ്റ്റണ്ട് മൂഡൊക്കെ ഇടാൻ പറ്റില്ല. സ്റ്റണ്ട് മൂഡ് ഓക്കെ. ഓ 300 രൂപ വേണം. ഇത് വേണ്ട, 300 രൂപ ഇല്ല നമ്മുടെ കയ്യിൽ. നമ്മുടെ കയ്യിൽ അതൊരു 100 രൂപ ഉണ്ട്. ടൊയോട്ട സൂപ്പർ. പക്ഷേ എല്ലാത്തിനും മാച്ചിങ് ആയിട്ടുള്ള പേരാണ്, പക്ഷെ പല വേറെ പേരാണെന്നുള്ളൂ. ഇതെന്താണ് സ്ഥലം? കാർ ഷോപ്പ്. ഓ കാർ ഷോപ്പ് സെല്ല് ചെയ്യാം. സെല്ല് ചെയ്ത് നോക്കട്ടെ എത്ര രൂപ കിട്ടുമെന്ന് നോക്കണ്ടേ. ഇതാരാണ് ഇയാളെന്താ അടിക്കുന്നത്? ഇത് ഒളിച്ച് വയ്ക്കാൻ പോവാണോ? ആണോ? അല്ല, കാർ എങ്ങോട്ടോ പോയി നമുക്ക് ആ പൈസ കിട്ടി. ഇതെന്ത് കോഴിവണ്ടി? ഓ കോഴിക്കുഞ്ഞിൻ്റെ ഷേപ്പിലൊരു വണ്ടി കിട്ടി. ഓ ഇത് കൊള്ളാം. ഡൂഡ് പാർക്കെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയാലോ? അയ്യോ എവിടായിരുന്നു? ആ ഇവിടെ തന്നെ. അതേ അത്രേ ഉള്ളു. ഓ നമുക്ക് ഒരു ഷോർട്ട് കട്ടൊക്കെ ഉണ്ട് ഇതിനകത്ത്. നമ്മളങ്ങനെ പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഈ കാട്ടിക്കൂടെ ഒക്കെ നേരെ പോയാൽ മതി. വഴിയൊന്നും നോക്കേണ്ട ആവശ്യമില്ല. വഴി വേണമെങ്കിൽ നമുക്കിപ്പോൾ കാർ ഷോപ്പിൻ്റെ നേരെ അപ്പുറത്തോട്ട് പോയാൽ മതി. ഇതിനകത്ത് ഹെലികോപ്റ്റർ ഉണ്ടോ ഗൈസ്? പ്ലെയിനോ ഹെലികോപ്റ്ററോ വല്ലോ അറിയില്ല ഗൈസ്. ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഉണ്ടോന്ന് അറിയില്ല, ഇനി കാണുമോ? അയ്യോ ഗൈസ് എന്താണ് മുള്ളേ കയറി നമ്മൾ ടയർ വല്ലതും പഞ്ചറാവോ? ഇല്ലെന്നാണ് തോന്നുന്നത്. ഇല്ല. ഇതെവിടെയാണ്? അകത്തോട്ടൊന്ന് കയറി വെക്കുക. അറങ്ങി ഓടി ഗൈസ്. നമുക്ക് ജയിലിൽ പോകാം. ഫസ്റ്റ് കള്ളന്മാരും എല്ലാം ഉണ്ടോ നോക്കാം. ഇതാണ് ജയില്. ഇതല്ല. ഓ വാണ്ടഡ്. ഇതുമല്ല. ആ ഇതാണ്. ഇതെന്താണ് ഇവിടെ എന്തോ ഇന്ററാക്ട് ചെയ്യാനുള്ള കാണിച്ചിട്ടുണ്ട്. ഓ ഗൈസ് 40 47 047. ഓ നമ്മുടെ പേര് ജാക്കാണ്. നമ്മളിവൻ്റെ ഫ്രണ്ടാണ്. നമ്മളെവിടായിരുന്നു സമ്മറിന് പോലീസിന് ചെറിയ സൗകര്യത്തിൽ കൊടുത്തത്. ഓ ഇവരെങ്ങനെ ജയിലിൽ പോയി? പൈസ നമുക്കിത് എടുക്കാൻ പറ്റിയെന്നുള്ളായിരുന്നു. ഓ ഇത് കഥയാണ് കുറച്ച് ദിവസം മുമ്പുള്ള. ഓ ഗൈസ് ഇവന്മാരെ ചതിച്ചെന്നാണ് ഇവന്മാർ പറയുന്നത്. ഇവന്മാരെ പറ്റിച്ച് ടയറെടുത്തോണ്ട് പോയി. പക്ഷേ ഇവന്മാരെന്താണ് 5 കോടി എടുത്ത ഇവന്മാരുടെ ഇനി മിച്ചം ഒരു 5 ലക്ഷം രൂപ കാണത്തുള്ളൂ. അമ്മാര് പൈസ ആണ് ഇവൻ താഴെ കളഞ്ഞു വെക്കണം. അപ്പോഴേ തോന്നും ചെറുക്കനായിട്ട് പിടിക്കും. റെഡിയാക്കിയിട്ടങ്ങ് റെഡിയാക്കില്ല. ഓ പോലീസ് നൈസ് എൻട്രി കാണിക്കുന്നു. അത് തന്നെ നമ്മളെ ഹെലികോപ്റ്റർ. നമ്മളല്ലേ നമ്മുടെ ഫ്രണ്ട്. എന്താണ് കയറിയില്ല. ഓ ചാടി പിടിച്ചു. മറ്റവൻ പോയി. ഓക്കെ ഇവനെ അതുകൊണ്ടാണ് പോലീസ് പിടിച്ചത്. ഇവൻ വേറെ എവിടെ ഉണ്ട്. ഇവൻ ചതിച്ചിട്ടില്ലെന്നാണ് തോന്നുന്നത്. ഓ ഗെറ്റിംഗ് അറസ്റ്റഡാ.
എന്താണ് ഗൈസ്, ഇവന്റെ കഥ കേട്ടതിനിടയ്ക്ക് നമ്മളെ പോലീസ് പിടിച്ചു. ജയിൽ ആൾക്കാരുടെ സംസാരിച്ച് നമ്മളെ പോലീസ് പിടിക്കും. അങ്ങനെയാണ് അല്ലെന്ന് തോന്നുന്നു ഗൈസ്. എനിക്ക് തോന്നുന്നു അവനെ അടിച്ചുകൊണ്ട് നമ്മളെ പോലീസ് പിടിച്ചാണെന്ന് തോന്നുന്നു. മറ്റേ അവനില്ലേ ഇപ്പൊ വെടിയും വെച്ചോണ്ടിരുന്നത്. എന്നാലും കുഴപ്പമില്ല, പൈസ കൊടുത്ത് ഗൈസ്. നമ്മുടെ 288 രൂപയുള്ളൂ. ടോപ്പ് ടു കിരള അങ്ങനെ കാണാൻ പറഞ്ഞെടുത്തുണ്ട്. എന്താണ് സ്റ്റെപ്പ്? ഓ ഹെലികോപ്റ്റർ ഉണ്ട്. ഇനി എല്ലാത്തിനെയും ഊഹിന് ഇനി ഒരുത്തരും തന്നെ പിടിക്കാൻ പറ്റത്തില്ല. പോലീസുകാർ ഹെലികോപ്റ്റർ വിട്ടാ പണി പാളും, മൊത്തത്തിൽ പാളും. ഓ ഗൈസ്, കൊള്ളാം സൂപ്പർ. ഈ ഗെയിം എനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്, നല്ല ഗെയിമാണ്. നമ്മളെ ഫോൺ സ്പേസ് ഉണ്ടെങ്കിൽ നന്നായിട്ട് കളിക്കാൻ പറ്റും. ഗ്ലിച്ച് സ്റ്റക്കൊന്നും ഇല്ലാതെ. ഇതിപ്പോൾ സ്റ്റക്കൊന്നും ഇല്ലാതാണ് ഞാൻ കളിക്കുന്നത്. ഓ ഇവിടെയാണ് കിരള അവൻ പൊട്ടൻ ഇവനാണ്. പൊട്ടനല്ല അവൻ. നമ്മുടെ ഹെലിപ്പാഡില്ലാത്ത വീട്ടിൽ നമ്മൾ ലാൻഡ് ചെയ്യില്ല. നമ്മളെ ഹെലിപ്പാടുണ്ടെങ്കിൽ ലാൻഡ് ചെയ്യില്ലെങ്കിൽ നമുക്കിവിടെ ലാൻഡ് ചെയ്യാതെ. ഇവിടെ ഇരിക്കൊണ്ടൊക്കെ എല്ലാ പുല്ലിൻ്റെ ഇവിടെ. ഓക്കെ, എല്ലാ വീട്ടിലും കാറുണ്ട്. എല്ലാം ഏകദേശം ഒരേപോലത്തെ കാറാണ്. ഒന്ന് ലാൻഡ് ചെയ്യടോ ഒന്ന്. നേരെ അപ്പുറത്ത് നീക്കണം. നേരെ ഒന്ന് കിട്ടും. അത് തന്നെ. കറക്റ്റ് ഇത്രയുള്ള ഹെലികോപ്റ്റർ. പിന്നെ ഏതാണ് കഴിഞ്ഞ? ഓ ഇവിടെ എന്തുകൊണ്ട്? ഓ ഇവൻ പറയുന്നതേ, ഇവൻ നമ്മളെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ പോലീസിൻ്റെ അടുത്ത് രക്ഷപ്പെടും എന്നൊക്കെയാണ് ഇവൻ പറയുന്നത്. ഇവൻ എന്താണ്? ഇവന്റെ കാറ് എങ്ങാണ്ട് പോലീസ് സ്റ്റേഷന്റെ പുറകിൽ രക്ഷപ്പെടാൻ നേരത്തെ അവന്റെ കാറ് പുറയിലെങ്ങാണ്ടും കൊണ്ട് ഇട്ടെന്ന് പോലീസുകാർ പിടിച്ചെങ്ങാണ്ടാണെന്ന് തോന്നുന്നു. നമ്മളത് എടുത്തോണ്ട് വരണം. പക്ഷെ ഏത് കാറായിരിക്കും? ഇവനല്ലേ മറ്റേ ഹെലികോപ്റ്ററിൽ ചാടിക്കയറിയത്. നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നേരെ അങ്ങ് വിട്ടാൽ മതി. പോലീസ് സ്റ്റേഷനിൽ എത്തണം. നേരെയല്ല, ഹെലികോപ്റ്റർ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് എന്താണ് ബോംബിട്ട് പൊട്ടിക്കുന്ന? നമ്മൾ ഹെലികോപ്റ്ററിലൊക്കെ വിടാൻ പറ്റും മറ്റേ ബോംബ്. നമുക്കിപ്പോൾ ഇടേണ്ട ആവശ്യമില്ല. ഇടാം. മറ്റേത് പോലീസ് സ്റ്റേഷനെത്തി. നമ്മൾ കാർ ഓടിച്ച് കഴിഞ്ഞ് പോസ്റ്റ് ഇടിച്ചില്ല, പൊട്ടിത്തെറിക്കുക. ഹെലികോപ്റ്റർ എല്ലാം പൊട്ടിത്തെറിക്കുക. എങ്ങനെയാണ് പൊട്ടിത്തെറിക്കുന്നത് ഹെലികോപ്റ്റർ? അറിയത്തില്ല. മറിഞ്ഞ് വീഴുമ്പോൾ എല്ലാം പൊട്ടിത്തെറിക്കും. അങ്ങനെയല്ല, നമുക്ക് HI എന്തെങ്കിലുമൊക്കെ ഇട്ടാൽ മതി. നമുക്ക് എന്തായാലും ഒന്ന് ലാൻഡ് ചെയ്താൽ മതി. ആണേലും I ആണേലും കുഴപ്പമൊന്നുമില്ല. പഠിക്കോ. ഇങ്ങനൊക്കെ ഉണ്ട്. 3 രൂപ കിട്ടി ചാടിയേന്. എവിടെയാടി ഇവന്റെ കാറ്? എവിടെയാടാ? ഞാനുണ്ടല്ലോ ഈ കാറ്. എന്താണ് കോടാ? എന്തോ കോടൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ് ഇലുമിനാണ്ടിയോ? മനസ്സിലാണില്ലല്ലോ എന്ത് ഭാഷയാണ്. കോഡിലാണ് എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ അവന്മാര്. ഇലുമിനാണ്ടി ഒന്നും അല്ലെന്ന് തോന്നുന്നു. എന്തൊക്കെ കാണിച്ചു വെച്ചിട്ടുണ്ട്. നമ്മക്കൊന്നും മനസ്സിലായി. കോഡടിക്കേണ്ടവിടാന്ന് പോലും അറിയത്തില്ല. പിന്നാണ് കോഡ്. കല്ലൊക്കെ റിയലാണല്ലേ. മരം വെട്ടുന്ന കണക്ക് കല്ലൊന്നും. ഈ ഓരോ കടയുടെ വഴിക്കലും താറൊക്കെ കിടക്കുന്നു. ഏത് കടയാണ്? ബൈക്കൊക്കെ താഴെ കിടക്കുന്നത്. പഴക്കട, ബനാന, ഫ്രൂട്ട് മാർട്ടിൽ പഴം മാത്രമേ ഉള്ളൂ ഗൈസ്, വേറെ ഒന്നും ഇല്ല. ബനാന ഷോപ്പ് എന്ന് എഴുതിയ പോരെ. അല്ല ഗൈസ്, പൈനാപ്പിൾ എന്തോ ഉണ്ട്. ഇതൊക്കെ ഇവിടെ ഉണ്ട്. ഓക്കെ ശരി, താങ്ക് യു. ഞങ്ങൾ എടുക്കുവാണ്. യോയും വെച്ചോണ്ടിരുന്നോടാ. ശരി, ബൈ.
അഷിത് ഭായ് പൈസ 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 ഡാൻസ് കളിച്ചുണ്ടാക്കിക്കോ, ഞാൻ ഇനിയും വരും. ഇതെന്താണ് ഇവിടെ വല്ലതും പൈസ വാങ്ങിക്കാറ്? ഇമ്മാറ വീട് വല്ലോ അവര്. ആ മാതിരി പൈസയാണോ കഴിക്കുന്നത്? ഓ ഗൈസ് ചുമ്മാ ഇരിക്കല്ലേ, പൈസ ഒക്കെ വെച്ചൊന്നും പറഞ്ഞൊന്നും പറ്റാൻ. ഇത് ഇവിടെ ഇരുന്നിട്ടാണ് നമ്മൾ കാണാൻ. ഞാൻ അടുത്തടുത്ത് ഒരു ദയയില്ല ഗൈസ്, നമ്മൾ നേരെ ഒന്ന് എടുക്കും. ഏതാണ് സ്ഥലം? ഓ ഗൈസ് ടൗൺ ഹാളാണ്. ഓ ഗൈസ് പോക്കറ്റ് അടിക്കാനും കള്ളന്മാരൊക്കെ എടുത്ത് പൈസ എടുത്ത് ഇവിടെ വെക്കാൻ പോകും. അത് മാറാണ്, ഫോണ് പോലും അടിക്കത്തില്ല. ഇതൊക്കെയാ കളിയാണ്. പക്ഷെ എവിടെയാണ്? നമ്മൾ മോഡേൺ സിറ്റിയിലല്ലേ പോകണ്ട? കാർട്ടൂണിലൊക്കെ സിറ്റി പോലെ മോഡേൺ ബിൽഡിംഗ് ഏരിയ. പക്ഷെ നമുക്ക് ഓൾറെഡി പേരുണ്ടല്ലോ, വാസുവല്ലല്ലോ, ജാക്ക്. പക്ഷെ മലയാളം പേരുണ്ട്. കാറാണ്, കാറൊക്കെ കൊണ്ടിരുന്നു. ഓ ഗൈസ് നമ്മൾ തട്ടിയിട്ട കാറാണ് ഇവിടെ വന്നത്. ഇത്രയും വേഗം ഓ ബ്രീവേഴ്സൊന്നും വേണ്ട ഗൈസ്, നേരെ പാർക്ക് ചെയ്യാം. ശിവൻ എന്താണ് കാറെടുത്ത് മാറ്റാമല്ലോ? ഇത് മാറുമെന്ന് നമുക്ക് പഴയ പോലെ തിരിച്ചു കൊണ്ടിടാം, അല്ലെങ്കിൽ വേണ്ട, ഡോറ് പോയല്ലേ. ഓ ഈ കാർ നൈസാണ് ഗൈസ്, കൊള്ളാം, നൈസ് കാർ. നമുക്ക് വേണം ഈ കാർ എടുത്ത് ഓടിച്ചിവിടെ ഗെയിം ഫുള്ള് വേറെ മിഷൻസ് ചെയ്യാം. പക്ഷെ എന്നാലും നമ്മുടെ ഫ്രണ്ടിൻ്റെ മിഷനല്ലേ, താങ്ക്സ് ഫോർ കാർ ദാറ്റ് വാസ് ഫാസ്റ്റ് ഗുഡ്. താങ്ക്സ് വേണ്ട. ഓ ഇവൻ്റെ ടൈം റെക്കോർഡ് ബീറ്റ് ചെയ്യുന്ന ചലഞ്ചാണോ? 500 രൂപ. ഓക്കെ ചലഞ്ച് അടിക്കും. നമ്മളിന്ന് ഓ ശരിക്കും വന്നേ നമ്മൾ കറങ്ങി എൻ്റെ അടുത്ത് തന്നെ തിരിച്ചു തരണമെന്നാണ്. ഓ ഇവിടൊക്കെ ഒരു ടാക്സി കിടക്കും. ശരി ഇവിടെ പോലീസ് നിന്നിട്ട് കാണിച്ചു തരാം. ഓക്കെ നമുക്ക് നൈട്രോ ഒക്കെ ഇട്ടുകൊണ്ട് പോകാം. ആരും വേണ്ട, നൈട്രോയുടെ ബ്രേക്ക് പിടിച്ച് നമ്മൾ ഏതെങ്കിലും കാട്ടിൽ പോയി കിടക്കും. കാട്ടിൽ ഈ ഫാമിൽ കിടക്കുന്നു. ഓ നമ്മൾ ഇവിടെ മാറണം. എവിടെ തല്ലി പൊളിച്ചിട്ട് വന്നപ്പോൾ അപ്പോൾ നേരെ ഇങ്ങോട്ട്. ഓക്കെ നമ്മളെങ്ങോട്ടാണ് പോണത് മനസ്സിലാവുന്നില്ലല്ലോ. ഇങ്ങോട്ട് കാണുന്നില്ലോ. ഓ എത്തി അടുത്തെത്തി. നമ്മളവിടെ എത്താറായി. വേഗം പോ 16 സെക്കൻഡ്. സേവ് റോഡിൽ സേവ് ചെയ്തിട്ടുണ്ട്. അവിടെ കിട്ടാൻ മതിയോ? അവിടെ കിടപ്പുണ്ട്. ഓ പൈസ, ഈ പൈസ ആണല്ലോ. ഇത്രയും ഉണ്ടോ? ഒരു കുഞ്ഞു ചാക്കായിരുന്നു. ബാക്കി മുഴുവൻ കളഞ്ഞേക്കുമായിരുന്നു. റിച്ചി. ഓ അവൻ്റെ റിച്ചി എന്നാണ്. റിച്ചിനെ നമ്മൾ പുറത്തിറക്കണം. റിച്ചി റിച്ചി മസ്റ്റ് ബി വെയിറ്റിംഗ്. ഓ നമ്മളെ ഹാക്ക് ചെയ്യണം നമ്മളാ ജയില്. അതിനായിട്ടൊരു ഹാക്കിംഗ് ടൂൾസ് വേണം. എവിടെയൊക്കെയാണ്? ഡെസേർട്ട് നിയർ ഓഫീസേഴ്സ്, പിന്നെ ഇവിടെ പോലീസ് സ്റ്റേഷനാണ്. നമ്മൾ അവിടെ എങ്ങോട്ടൊക്കെ പോയി നോക്കണം. അല്ലെങ്കിൽ നിങ്ങൾ കണ്ടത് നോക്കണേ. കൺട്രോൾ ഔട്ട് നോട്ടീസ് ഹാക്കിംഗ് ടൂള് സോ അറൗണ്ട് സംവെയർ ഇൻ ദ ഡെസേർട്ട് നിയർ ഫാക്ടറി പോലീസ് സ്റ്റേഷൻ സംവെയർ ഇൻ ദ ഓഫീസേഴ്സ്. ഓ മതി.
നമുക്ക് ഫസ്റ്റിലെ പോലീസ് സ്റ്റേഷനിൽ പോയി അടിച്ചു വെക്കാം. ഓഫീസ് ഏതാണ്? ഓഫീസ് നമ്മളിതുവരെ കണ്ടിട്ടില്ലല്ലോ. ഡെസേർട്ട് ഫാക്ടറി എവിടെയാണ് ഗൈസ്? എനിക്ക് നമ്മൾ അപ്പുറത്തെ സ്ഥലത്താണ്, നമ്മൾ കണ്ടില്ല. അപ്പുറത്തൊരു മണ്ണൊക്കെയുള്ള മരുഭൂമി സെറ്റപ്പ്. അതിൻ്റെ അപ്പുറത്ത് വെള്ളം ഇത് സ്നോ ആണെന്ന് അറിയത്തില്ല ഗൈസ്. അന്റാർട്ടിക്കല്ല, നോർത്ത് പോളാണ് തോന്നുന്നത്. നമുക്ക് ഫസ്റ്റിലെ പോലീസ് സ്റ്റേഷനിൽ പോകാം. അറിയില്ല, നമ്മൾ മിഷൻ തുടങ്ങി അവിടെ നിന്നല്ലേ പോകാം ഗൈസ്. അയ്യോ ഇത്രയൊന്നും വേണ്ട. ഇവന് പോകാൻ നേരില്ല. പാതിരാത്രി എഴുതിയിരിക്കും. ഇവനെ അടിച്ചപ്പുറത്തോട്ട് വിടാം. നേരെ തുടങ്ങിയിട്ട് ഇതാരാണ് ഇവിടെ കൊണ്ട് തള്ളിയിട്ടത്? ആരാണ് ഇവിടെ കൊണ്ട് തള്ളിയിട്ട്? നമുക്ക് തിരിച്ചവിടെ കൊണ്ട് സെല്ല് ചെയ്യുക, അല്ലെങ്കിൽ അവിടെ എല്ലാം കൊണ്ടിടാം. അപ്പം മതി. അത് സെല്ല് ചെയ്യാൻ പറ്റും. 5 രൂപയ്ക്കല്ലേ 5 രൂപ. കണ്ട ഗസ് കറക്റ്റ് ഗസ്. ഓ ഗൈസ്, നമുക്ക് റിയലായിട്ട് $5 ഗൈസ്. 100 എത്ര ഡോളറില്ല. അതൊക്കെ കിട്ടിയിരുന്നെങ്കിൽ സീനായിരുന്നു ഗൈസ്. ഇന്ത്യയല്ല ഗൈസ്, എന്താ ഇന്ത്യയല്ല. ഇന്ത്യയിലെ പോലീസുകാർ ഇങ്ങനെയല്ല. നമ്മുടെ ഇപ്പൊ ഇന്ത്യ ആണെന്ന് തോന്നുന്നു ഗൈസ്. നമ്മുടെ ഈ ഗെയിം ഞാൻ ഡൗൺലോഡ് ചെയ്യാൻ നേരത്തെ ഇന്ത്യയുടെ ഫ്ലാഗാണ് കാണിച്ചത്. എനിക്ക് തോന്നുന്നു ഇന്ത്യക്കാർ ഗെയിം മേടിച്ച, അല്ലെങ്കിൽ ഇന്ത്യക്കാരുടെ ഗെയിമാണ്. ഇതിൽ നൈസ് ഗെയിമാണ് ഗൈസ്. നമുക്ക് എന്താണ് ഗൈസ്, നിങ്ങൾക്ക് മനസ്സിലായോ ഗെയിം? അതായത് ഒരു അഡ്വഞ്ചറസ് കുറേ എന്തുവാ ക്രാഫ്റ്റ് സൂപ്പർ. അതായത് നമ്മുടെ GTA പോലെയൊക്കെ ഉള്ളൊരു ഗെയിമാണ്. ഒരു ഗാങ്സ്റ്ററസ് ഗെയിം, മനസ്സിലായോ? ഹാക്കിങ് ചിപ്പ് എങ്ങനെ ഇരിക്കും? പറന്നിരിക്കും, അല്ലെങ്കിൽ കുനിഞ്ഞിരിക്കും, എങ്ങനെ ഇരിക്കും? സാധനം എങ്ങനെയാണെന്ന് അറിയത്തില്ല. കണ്ട ഇനി നമ്മുടെ ഇവിടെ തന്നെ പോലീസ് സ്റ്റേഷൻ്റെ അകത്തെ എങ്ങനെ? ഓ ഇതാണ്. ഇത് തന്നെ. അപ്പം നെക്സ്റ്റ് ഓഫീസ്. ഒരു തിളക്കമുണ്ട് ഗൈസ്. തിളക്കം ശ്രദ്ധിച്ചോണേ, ഓർത്ത് വെക്കണം ഗൈസ്, ശ്രദ്ധിച്ച്. ഹെലികോപ്റ്ററുണ്ട്, തിളക്കമുണ്ട് ഗൈസ്, ഒരു തിളക്കം. നമ്മളാ തിളക്കം ഇവിടെ കണ്ടാൽ നോക്കണം. അത് ഹിൻ്റൊന്നും ഇല്ല ഗൈസ്. പറക്കുന്നു തനിയെ കറങ്ങിക്കോളും. നമ്മളിത് നെറ്റണ്ട. ഇത് പൊക്കാനും താത്താനും, പിന്നെ അപ്പുറത്ത് ലെഫ്റ്റ് റൈറ്റ് ഫ്രണ്ട് ബാക്ക് കൺട്രോളാണ്. പിന്നെ ആംഗിളൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇടുക്കി കയറ്റി കേട്ടോ. ഇതെവിടാണ് പോണം? അയ്യോ, ഹെലികോപ്റ്റർ പൊട്ടിയേ. പൊട്ടി. ഹെലികോപ്റ്റർ പൊട്ടി. ഇല്ല രക്ഷപ്പെട്ട്. ഇങ്ങനെ ചരിഞ്ഞാലേ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സൗണ്ട് തിളക്കം. അതെന്താണ്? പ്രേതം പോണു. ഗൈസ്, ഇത് കണ്ട? നിങ്ങൾ കണ്ടിട്ടില്ല? ചിലയിടത്തൊക്കെ മത്തങ്ങ കൊണ്ട് വെച്ചിരിക്കുന്നുണ്ടല്ലോ. എവിടെയോ കണ്ടു ഗൈസ്, എവിടെയാണെന്ന് ഓർമ്മയില്ല. എനിക്കല്ലേ ഹലോവിൻ എഡിഷൻ ആണെന്നാണ് തോന്നുന്നത്. ഒരു വെള്ളപ്രേതം പറഞ്ഞ് നടക്കുന്നുണ്ട്. അതിന് മണ്ടയ്ക്കക്കടെ ഏതോ ഒരുത്തനും നിൽക്കുന്ന കണ്ട്. ഒരു കോടാലിയൊക്കെ പിടിച്ചിട്ടേ. ആരാണെന്ന് അറിയത്തില്ല. കുറച്ച് പൈസ ഉണ്ടായിരുന്നു അവിടെ, പിന്നെ ഞങ്ങൾ എടുത്തില്ല. പക്ഷെ ഞാനേ അവിടെ പൊട്ടി. കണ്ണ
ഗ്ലിച്ചായ പോയി ഗ്ലിച്ചായി. ഇല്ല, ഹെലികോപ്റ്റർ ഇത്രോട്ടൊന്നും രാവിലെ മിന്നല് പറക്കുന്നു. ഹാക്കിംഗ് ചിപ്പ് ഇവിടെ തന്നെ. ഓഫീസ് ഇതാണ് ഗൈസ്, ഉറപ്പിച്ചോ? ഇതാണ് ഓഫീസ്. കണ്ട, ഞാൻ പറഞ്ഞില്ലേ ഗൈസ്. എന്താണ് എന്താണ് ഗൈസ്? എന്തോ ഒരു സാധനം. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഓ ഗൈസ്, ഇതെന്താ ഇലക്ട്രിക് സംഭവമാണ്. നമുക്ക് ഇതൊക്കെ ആൾക്കാരെ ചെയ്യാൻ പറ്റും. ഇത് ഗുണമുള്ള സാധനമാണ്. പോലീസുകാർ ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. അയ്യോ, നമ്മൾ ചത്തേ. ഇല്ല, സൈക്കിൾ. കറക്റ്റ് സമയത്തിനൊക്കെ കഴിഞ്ഞു. എടാ ഒന്ന് പോടാ. നാട്ടുകാരും പിടിക്കാൻ നടക്കുന്നു. എന്തിന്, എന്തോ കാര്യത്തിന്. സൈക്കിളോടെ ഇവന്മാരെ ബോംബ് പൂശി അല്ലെങ്കിൽ വേണ്ട ഇവന്മാരോടെ ഇരുന്ന് എന്താ ചീട്ട് കളിക്കുന്നത്. നമുക്ക് ഈ വണ്ടി എടുത്തോണ്ട് പോവാം. കിണറുണ്ട്, കിണർ. സ്കേറ്റിംഗ് ബോർഡോ, സ്കേറ്റിംഗ് സ്ഥലമാണിത്. നമുക്ക് തൽക്കാലം സ്കേറ്റ് ചെയ്യണ്ട. നമുക്ക് നടന്നു ഇടി കൊള്ളാൻ വരുവാണ്. ബൈക്ക് എടുക്കാൻ പോയി സങ്കടം പോവാണ്. ഇത് കൊള്ളാം. ഇതാണ് വണ്ടി. ഓ ഗൈസ്, ഇത് കൊള്ളാം. ഈ വണ്ടി കൊള്ളാം. ഇത് ഞാൻ പറപ്പിക്കും. നീറ്റ് ദേവാ. എന്തിന്? അവനാര്? അവൻ്റെ വണ്ടി. ദേവിനെ അങ്ങ് കൊന്നല്ല. വേണ്ട, ഇതിൻ്റെ ഉള്ളിലാണ് ദേവിനെ പ്രതിഷ്ഠിച്ച് വെച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. ദേവേ അവനെന്തോ ഓഫീസറാണെന്ന് തോന്നുന്നു. ഓഫീസ് അതിൻ്റെ അകത്തുണ്ട്. അവനെ കൈ കിട്ടും. അവനൊക്കെ പിന്നെ നമുക്ക് ആദ്യം ഇവൻ പോലീസ് കേട്ടോ. പോലീസൊക്കെ സിമ്പിള്. 2 കിലോമീറ്റർ അപ്പുറത്ത് പോയാൽ മതി. ഇതിൻ്റെ മണ്ടയ്ക്ക് കൂടെ വേറൊരു ഹെലികോപ്റ്റർ. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ആ ഹെലികോപ്റ്റർ കിട്ടില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന അവസ്ഥയാണ്. കണ്ടാ കിട്ടത്തില്ലത്. നമ്മളെന്തിനാണ് ഹാക്കിംഗ് ചിപ്പിന് ഡെസേർട്ട് ഫാക്ടറി അല്ലേ? ഡെസേർട്ട് എവിടെയാണ് ഗൈസ്? ഡെസേർട്ട് ലൈൻ കമ്പി കുരുങ്ങി ഷോക്കടിച്ചടിക്കുക. ഇല്ല, വണ്ടി മറിഞ്ഞ് പിന്നെയും പോയേ. ഡോറൊക്കെ പോയി. ഡെസേർട്ട് എവിടെയാണ്? എനിക്ക് വണ്ടിയാടാ. അല്ലെങ്കിൽ വേണ്ടല്ലേ. നമുക്ക് ഈ വണ്ടി എടുത്തോണ്ട് നേരെ പറക്കാം. ഡെസേർട്ട് അപ്പുറത്താണ്. ഡെസേർട്ട് എന്തോ പാലത്തിൻ്റെ അപ്പുറത്തെന്തോ ആണ്. പാലമാണെന്ന് തോന്നുന്നു. പാലത്തിൻ്റെ ടയറ് പോയാ ഇല്ലെന്നാണ്. പോയി. ടയറ് പോയി. ടയറല്ല, ടയറിൻ്റെ റബ്ബറില്ലേ അത്, അങ്ങനെ പോയി. പക്ഷെ എന്നാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ട്രാക്ടറിൻ്റെ സംഭവം നമുക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഇവിടുന്ന് വേറെ വണ്ടി എടുക്കാം. നമുക്ക് ഈ വണ്ടി യൂസ് ചെയ്തിട്ടില്ല. ഈ വണ്ടി എടുത്താലോ? ഈ വണ്ടി യൂസ് ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നു. ഈ വണ്ടി 2 രൂപയാണ്. വേണ്ടല്ലേ. നമുക്ക് ഈ വണ്ടി എടുത്ത് നേരെ പോകാം. നേരെയല്ല, നമുക്ക് പാലം കണ്ടുപിടിക്കണം.
ഇത് നോക്കാം ഗൈസ്. $976 ഒക്കെ റിയലായിട്ട് ഇന്ത്യയിൽ കിട്ടിയിരുന്നെങ്കിൽ ഇന്ത്യയിൽ ഓർത്ത് വയ്ക്കുക നിങ്ങൾ. മൂന്നേ ആയിട്ടുള്ള നമ്മുടെ സ്പീഡ്. ഗൈസ് നമ്മളിന്നത് നേരെ ചെല്ലാൻ പോവാണ്. അതൊന്ന് വേഗം പോകാമെന്ന്. ഓ ഗൈസ് എത്തിയില്ല. എനിക്ക് തോന്നണേ നമ്മള് ഇതിൽ നമ്മൾ സ്റ്റെപ്പൊന്നുമില്ല. ഇത് കേക്കടെല്ലാം ചാടാൻ പറ്റും. ഇതെന്താണ് ടൗൺ ഹാളാണ് അടുത്ത സ്റ്റെപ്പ്. ഇത്ര ഉള്ള ഓ ഇതൊന്നും അടിച്ചു. ഓ ഇത് തല കറങ്ങുവോ? ഇനി അടുത്ത സ്റ്റെപ്പ്. ഇതേതാണ് ജാക്ക്. നമ്മളാണ് ജാക്ക്. കണ്ണാടിയൊക്കെ വെച്ചിട്ട് നമുക്ക് മീശയാണെന്തോ കാണിച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ ഹെൽത്താണോ? ഇനി സൈഡിൽ കണ്ടാൽ റെഡും യെല്ലോയും. ജാക്കിന്റെ തൊട്ട് ഷോൾഡറിന്റെ സൈഡിൽ ഇങ്ങനെ നോക്കിയാൽ ജാക്കിന്റെ നമ്മൾ നോക്കുന്ന അതായത് മാപ്പിന്റെ തൊട്ട് താഴെ ജാക്കിന്റെ അതായത് ഇങ്ങനെ നോക്കുമ്പോൾ ലെഫ്റ്റ് ഷോൾഡറിൽ കണ്ട. ഇതെന്ത് ഭ്രാന്ത്? വെറുതെ പോലീസിനെ ഞാൻ പൂശി. ഉറപ്പായിട്ട് ഞാൻ പൂശി. ചുമ്മാതെ പോലീസ് പിടിക്കാന്നൊക്കെ പറഞ്ഞ എന്താണ് പോയാ? ആ മണ്ടം പോയെന്ന് തോന്നുന്നു. സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുകയാണ്. അത് തന്നെ സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് പോലീസിനെ പൂശാൻ പറ്റും. നമുക്ക് പോലീസിനെ പൂശാൻ പറ്റത്തില്ല ഗൈസ്. അപ്പോൾ നമ്മുടെ പോലീസിനെ പൂശാൻ പറ്റും. അല്ലെങ്കിൽ വേണ്ട ഗൈസ്, നമുക്ക് നേരെ പോകാം. പോലീസ് പിടിച്ച് പൈസ എടുക്കുക. പിടിച്ച് ഗൈസ്, കുഴപ്പമൊന്നുമില്ല ഗൈസ്. പോലീസ് പിടിക്കട്ടെ, നമ്മൾ തെറ്റിയിട്ടില്ല, കുഴപ്പമില്ല. ബസ്റ്റഡാ. ഹെലികോപ്റ്റർ കാണത്തില്ല നമ്മളെടുത്ത്. $29, 59 രൂപ അമേരിക്കയിൽ. ഇത് കണ്ടാ ഇവിടെ കുറെ വണ്ടിയൊക്കെ ഉണ്ട്. കണ്ടാ ചെയറൊക്കെ ഉണ്ട്. 300 രൂപ. നമുക്കതിപ്പോൾ വേണ്ട. എനിക്ക് ടാങ്ക് ഒന്ന് സെറ്റാക്കാൻ പറ്റുമെങ്കിൽ നോക്കാം. നമ്മൾ ടാങ്ക് ഒന്ന് സെറ്റാക്കുക. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. അതുവരെയൊക്കെ എല്ലാവർക്കും അടുത്ത വരെയൊക്കെ ബൈ.